ചോറ്റാനിക്കരയിൽ 19-കാരിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. തലയോലപ്പറമ്പ് സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു. പെൺകുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടിക്കെതിരെയും അമ്മയ്ക്കെതിരെയും പ്രതി ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന് സ്ഥലത്തെ വാർഡ് മെമ്പർ പറഞ്ഞു. പ്രതി സ്ഥിരം പ്രദേശത്ത് വരാറുണ്ട്. പ്രതിക്കെതിരെ നാട്ടുകാർ മുൻപ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവസ്ഥയിലാണ്. കൊലപാതക ശ്രമമാണെന്നാണ് അറിയണത്. തലയോലപ്പറമ്പുകാരനാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന പയ്യൻ ഇവിടെ സ്ഥിരം വരുന്ന പയ്യനാണ്. അതിൽ സ്ഥിരം സന്ദർശകനാണ്. രാത്രിയാണല്ലോ പുള്ളി സ്ഥിരം വരുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രി അമ്മ 2 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അമ്മ ഈ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് ഇവർ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും വധഭീഷണി നേരിടുന്നുണ്ടായിരുന്നു ഈ വരുന്ന ഈ പയ്യനും ഇവൻ്റെ കൂട്ടാളികളിൽ നിന്നൊക്കെ. പയ്യൻ ഇവിടെ ഇവൻ സ്ഥിരം വരും. അവൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ അത്ര ബോഡി ലാംഗ്വേജ് അത്ര സുഖമല്ല. അപ്പോൾ ഇവൻ വണ്ടിയൊക്കെ വട്ടം വയ്ക്കുകയും ഇവിടെ നാട്ടുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഈ പ്രദേശവാസികളെ. അങ്ങനെ ഇവിടെ ഒരു 3-4 പേര് കൂടി ചോദ്യം ചെയ്തപ്പോഴേക്കും അവൻ അവരെല്ലാം ഭീഷണിപ്പെടുത്തി. പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ടോളാം എന്നുള്ള രീതിയിലൊക്കെ ഭീഷണി മുഴക്കിയിട്ട് അവൻ പോയി. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇവരെല്ലാവരും കൂടി ഒരു 20 കുടുംബങ്ങളൊന്നിച്ച് ഒരു മാസ് പെറ്റീഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞ 3-ാം തീയതി. ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഈ പെൺകുട്ടിയുടെ സ്ഥിതി എങ്ങനെ തുടരുന്നു? മറ്റ് വിശദാംശങ്ങൾ. ഷമി, പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക് സംഘം അടക്കം പരിശോധന നടത്തുകയാണ്. ഒപ്പം പുത്തൻകുരിശ് DYSPയും ചോറ്റാനിക്കര ഇൻസ്പെക്ടർ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ തലയോലപ്പറമ്പ് സ്വദേശി ഈ വീട്ടിലെത്തുകയും പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഈ പെൺകുട്ടി പീഡനത്തിനിരയായോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. FIR-ൽ ഈ പ്രതിക്കെതിരെ പീഡനക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് വിശദമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നുള്ളതാണ്. പക്ഷേ അത്തരം പരിശോധനകൾ നടത്താവുന്നൊരു സാഹചര്യം ഇപ്പോഴില്ല. പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ ഇയാൾ പെൺകുട്ടിയുമായി കലഹിക്കുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് അബോധാവസ്ഥയിലായതിനെ തുടർന്ന് ഇയാൾ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയ ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഈ പെൺകുട്ടി ഇങ്ങനെ മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. അർദ്ധനഗ്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ പോലീസിലും ഒക്കെ വിവരമറിയിച്ച് നാട്ടുകാരുടെ അടക്കം സഹായത്തോടെ പെൺകുട്ടിയെ ഇവിടെ നിന്നും ആദ്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ആരോഗ്യനില കൂടുതൽ മോശമായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ പെൺകുട്ടിയുമായി നേരത്തെ പരിചയമുള്ള ആളാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് അങ്ങനെയാണ്. നേരത്തെ പരിചയമുണ്ടായിരുന്നു, പതിവായി വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് മൊഴി. പെൺകുട്ടിയുമായുണ്ടായ കലഹമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ് ഇയാളുടെ മൊഴി. പക്ഷേ കൂടുതൽ വിശദമായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ പ്രദേശത്തെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ സംസാരിച്ചിരുന്നു. ഇയാൾ പതിവായി ഇവിടെ വരാറുണ്ടായിരുന്നു. പലപ്പോഴും നാട്ടുകാർക്കടക്കം ഇയാൾ ശല്യക്കാരനായിരുന്നു. അക്കാര്യം പോലീസിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പരിസരവാസികളടക്കമുള്ളവർ പറയുന്നുണ്ട്. പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അയാളെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഉമേഷ്, ഈ ആൺസുഹൃത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? പോലീസ് കസ്റ്റഡിയിലാണല്ലോ ഇയാൾ ഉള്ളത്. ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഏത് നാട്ടുകാരനാണ്? അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇയാൾ നിലവിൽ തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ ആൺസുഹൃത്ത് എന്നാണ് പറയുന്നത്. പെൺകുട്ടിയുമായി പരിചയത്തിലായിരുന്നു. പലപ്പോഴും ഈ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരത്തെയും കലഹങ്ങളുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മയുമായൊക്കെ നിരന്തരം കലഹമുണ്ടായിരുന്നു. അവർക്കടക്കം വധഭീഷണി അടക്കം മുഴക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് ഇവരെ തൽക്കാലത്തേക്ക് മാറ്റിയത്, ഈ അമ്മയെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയത്. അങ്ങനെ പെൺകുട്ടി ഇവിടെ തനിച്ചാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇവിടേക്ക് എത്തുകയും ഈ ആക്രമണം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും ഇയാളിങ്ങനെ
ഇയാൾക്കെതിരെ നേരത്തെയും തല്ലുകേസ് അടക്കം ഉണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ സ്ഥിരീകരണം പെൺകുട്ടിയുടെ വരേണ്ടതുണ്ട്. നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.